2000 രൂപയ്ക്ക് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ, 10,000 രൂപയ്ക്ക് നമുക്കൊരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം വീഡിയോസും പോസ്റ്റുകളും കാണാറുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടിലും കൂടുതൽ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഒരു നല്ലൊരു പ്ലാനിങ്ങും നമുക്കുണ്ടായിരിക്കണം. ഒരു 100 പേര് തുടങ്ങിയാൽ ഒരാളൊക്കെ ചിലപ്പോൾ ലെക്കിൽ സക്സസ് ആയി പോകും. പക്ഷേ ബാക്കി 99 പേരും ഒന്നെങ്കിൽ അതിൽ സ്റ്റക്കായി നിൽക്കുന്നു, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നു, അതും അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോകുന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഒരു റിസർച്ച് നടത്തിയെന്ന് എനിക്ക് മനസ്സിലായത്, ഈ കാണുന്ന പല സക്സസ്ഫുൾ സ്റ്റോറീസും ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റോറീസാണ്. ഇത് കാണുന്ന പല സക്സസ്ഫുൾ ബിസിനസ്സുകളും നല്ലൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കേരളത്തിലെ ഇന്ന് പ്രമുഖ ബ്രാൻഡുകളായ പലരുടെയും വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ ഒക്കെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത്, അവരൊക്കെ ഒരു സമയത്ത് നിർത്തിയിട്ട് പോകാം എന്ന് വിചാരിച്ചോടത്തുനിന്ന് പിടിച്ചു നിൽക്കുന്നത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ എത്ര പേരാണ് ഇന്ന് സക്സസ് എന്നുള്ളത് നമുക്കിതും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ്സിൽ ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടിയ 1000 രൂപ നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കും. തിരിച്ച് ആ ബിസിനസ്സിലോട്ട് നമ്മളൊന്നും ഇടുന്നില്ല. ഞാൻ 2011 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് കാശ് എടുത്തുകൊണ്ടിരുന്നു. ബിസിനസ്സിലോട്ട് അതിൻ്റെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ഞാൻ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അത് ഞാൻ പഠിച്ചൊരു വലിയ ലെസണാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ബിസിനസ് തുടങ്ങുന്നവരോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് ലാഭം പ്രതീക്ഷിച്ച്, അതായത് 20,000 രൂപ ഇട്ട് നാളെ അതിനകത്തുനിന്ന് കിട്ടുന്ന 2,000 രൂപ അടച്ചടച്ച് തീർക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്. ഒരിക്കലും തുടങ്ങരുത്. നിങ്ങൾ 20,000 രൂപയുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ബാക്കിൽ ഒരു 1,00,000 രൂപ കണ്ടിരിക്കണം. അത് നമുക്ക് ജീവിക്കാനുള്ളൊരു എമൗണ്ട്, അത് എത്രയാണോ അത് നമ്മൾ ബാക്കപ്പായിട്ട് കണ്ടിരിക്കണം. കിട്ടുന്ന ഓർഡറിൽ നിന്ന് നമ്മൾ എടുത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നവരോട് ഞാൻ പറയാണ്, അത് അങ്ങനെ ഒരു ബിസിനസ് ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടാണ് ഞാൻ പറയുന്നത്. ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയണതല്ല, പക്ഷെ നല്ലൊരു പ്ലാനിങ്ങും നല്ലൊരു പർപ്പസും അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു ക്രിയേറ്റിവിറ്റിയും ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അതിനെക്കുറിച്ചൊരു അവലോകനം ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട്. ഇപ്പോൾ മറ്റൊരു അബദ്ധം ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് തയ്ക്കാൻ പോലും അറിയില്ല. ഓക്കെ, എനിക്ക് തയ്ക്കാൻ ഒരു സൂചി നൂല കോർക്കുക എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഡിസൈനിങ് ആണ് ഇഷ്ടം. ഞാൻ ഇന്നിത് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തത്. ഇന്നിപ്പോൾ എന്നോട് ഒരു ഏത് ഡിസൈനെക്കുറിച്ച് ഓർത്തത് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇറ്റ് ടുക്ക് മീ ഓൾമോസ്റ്റ് 14 years to achieve that. ആ ഒരു 14 years ഞാൻ അവിടെ കിടന്ന് പണിതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇന്ന് കൊടുക്കുന്ന ഒരു ഡിസൈൻ ഞാൻ ഇപ്പം ഫീൽഡിലോട്ട് ഇറങ്ങിയെന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു കോമ്പറ്റീഷനിലോ ഈ ഒരു ഫീൽഡിലോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അൺടിൽ ആൻഡ് അൺലെസ് അങ്ങനെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തടത്തോളം കാലം. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് എന്നാൽ നാളെ മുതൽ എനിക്കും ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ആരുടെയെങ്കിലും വീഡിയോ കണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയും നല്ല കൃത്യമായ ഒരു അതിൻ്റെ അറിവോട് കൂടിയും ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് പാളിപ്പോവും. സോ ഈ ഓൺലൈൻ വീട്ടിലിരുന്ന് ചെയ്യാമെന്നൊക്കെ കണ്ട പരസ്യം കണ്ട് ചാടി പുറപ്പെടുന്നവർ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പ്ലാൻ ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ബിസിനസ്സിലോട്ട് കാലെടുത്ത് വയ്ക്കുക. ഓക്കെ.